നമ്മുടെ രാഹുലിൻ്റെ നടുക്കുന്ന ഞെട്ടിക്കുന്ന പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. അതല്ല രസകരം. അതിനുശേഷം പൊന്നു പ്രേക്ഷകരെ, ഒരു പെൺകുട്ടി രണ്ടും കൽപ്പിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ പെൺകുട്ടി പറയുന്നത് കേട്ടാൽ നിങ്ങളും ഞെട്ടും. ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് അതും ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നിങ്ങൾ പറയണം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന്. നമുക്ക് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പുതിയൊരു തീപ്പൊരി പ്രസംഗം വന്നിട്ടുണ്ട്. അത് മുഴുവനായിട്ടും കേൾക്കാം. അതിനുശേഷം ആ പെൺകുട്ടി പറയുന്നതും കേൾക്കാം. ഓക്കെ. അതെ, വീണ്ടും വയനാട് തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാണ് KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും ഒക്കെ വിശദമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് ആ കണക്കുകൾ പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസ് ആകെ പണം പിരിച്ചത്, അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടില്ല, ഒരുപാട് ചലഞ്ചുകൾ വഴി പിരിച്ചത് 1,05,00,000 രൂപ. KPCC ആപ്പ് വഴി പിരിച്ചത് ഏതാണ്ട് 4,33,00,000 രൂപ. മൊത്തത്തിൽ 5,38,21,632 രൂപയാണ് KPCCയും യൂത്ത് കോൺഗ്രസും കൂടെ ചേർന്ന് പിരിച്ചത്. ഇനി ഈ ആപ്പുകളുടെ നിർമ്മാണവും ചെലവും അത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് 9,30,000 രൂപ ചിലവായിട്ടുണ്ട്. ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് 3,68,36,385 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഇനി 1,60,55,247 ഉണ്ട്. രണ്ടാം ഘട്ട ഭൂമിയുടെ വില 2,50,30,212 രൂപയാണ്. അപ്പോൾ ആകെ ചെലവ് 6,27,96,597 രൂപയാണ്. രജിസ്ട്രേഷൻ അടക്കമുള്ള ചെലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ചെലവായതെന്നും ഇത്രയുമാണ് പിരിച്ചതെന്നും പറഞ്ഞ് കണക്കാകെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ സംവാദമുങ്ങിയായ ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ ഒരു പുതിയ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചത് 54,49,78,56 രൂപയാണത്രേ. ഈ ഒരു സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപകമായി CPMൻ്റെ സൈബർ സ്പേസ് പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്ത് വൃത്തികേടും എത്ര ഹീനമായ മാർഗവും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് വലിയ മിഷനറി ഉള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും KPCC പ്രസിഡന്റ് അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തിരിച്ച് ഒരു വെല്ലുവിളി സംവാദം മുങ്ങിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്നത് പോലെ 54,49,78,56 രൂപയാണ് ആപ്പ് മുഖേന കോൺഗ്രസ് പിരിച്ചതെങ്കിൽ കേരള പോലീസ് വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്താൻ. കാരണം ആപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എത്ര വന്നു എളുപ്പം കണ്ടുപിടിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. ഈ പണം എത്ര രൂപ പിരിച്ചു എന്ന് വെച്ചിട്ട് സംവാദം മുങ്ങിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിട്ടേക്കും. അദ്ദേഹവുമായിട്ട് നിങ്ങൾ സംവാദം വേണ്ട. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടെങ്കിലും സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? ഒന്ന്. രണ്ട്, ഞങ്ങളുടെ സുതാര്യമായ കണക്കുകൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം 20 കോടി രൂപ DYFI പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 5 കോടിയെ കോൺഗ്രസ് പിരിച്ചുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ളത്, ഇന്ത്യ മുഴുവൻ CPM പിരിച്ചത് ആകെ 90 ലക്ഷമാണ്. അപ്പോൾ ചോദിക്കും DYFI 20 കോടി പിരിച്ചില്ലേ എന്ന്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പിരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലീഗാണ് ആദ്യം ഫണ്ട് കളക്ഷൻ ആരംഭിച്ചത്. ഏതാണ്ട് 36 കോടി രൂപയാണ് ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 കോടിക്ക് മുകളിലാണ് UDF എന്ന നിലയിൽ ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചുള്ള ചോദ്യം, 20 കോടി എന്ന DYFIയുടെ കണക്കിനെ പറ്റിയിട്ടുള്ള സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പുറത്തുവിടാമോ? നിങ്ങൾ പറയുന്നു ഒരാളിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്ന്. വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഒരാളിൽ നിന്ന് പോലും പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന്. നിങ്ങൾ പറയുന്നത് കേരളം മുഴുവൻ ആക്രി വിറ്റും പേപ്പർ വിറ്റിട്ടുമൊക്കെയാണ് നിങ്ങൾ ഈ പണം കണ്ടെത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ DYFIയെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആ കണക്ക് പുറത്തേക്ക് വിടൂ. ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്രക്കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചിട്ടുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്, ആർക്കാണ് വിറ്റത്, അതിൻ്റെ റെസിപ്റ്റ്, ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വയ്ക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ, സർക്കാർ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, സർക്കാർ എത്ര വെട്ടിച്ചു, DYFI എത്ര വെട്ടിച്ചു. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ കുടുങ്ങുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഇങ്ങനെ നമ്മുടെ രാഹുലിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെയാകുമ്പോൾ പിണറായി വിജയൻ ചില പെൺകുട്ടികളെ രംഗത്തിറക്കുകയാണ്. ആ പെൺകുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാനിപ്പോൾ വെച്ചു തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ. ഇത് എൻ്റെ കോൺടാക്ട് നമ്പറാണ്. അതായത് ഈ ഒരു ക്രീം ഉണ്ടല്ലോ, ഡോക്ടർ ചെക്ക് ചെയ്തിട്ടുള്ള ക്രീമാണ്. നല്ല വെയിലാണ്, കുറേ കസ്റ്റമർ ചോദിച്ചത് കൊണ്ടാണ് പറയുന്നത്. ഈ വെയിലത്ത് പോകുമ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ, അതായത് വൈറ്റ് ആയിട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല,
പക്ഷെ നിങ്ങളുടെ ഫേസിലേക്ക് വെയിലൊന്നും വരില്ല. നിങ്ങളുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. വെയിലത്ത് പോകുന്നവർക്കോ അല്ലെങ്കിൽ വീട്ടിനകത്ത് നല്ല ചൂടുള്ളവർക്കോ ഇതങ്ങ് തേക്കാം. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇത് തേച്ചാൽ നല്ല വിയർക്കും നിങ്ങൾ. അതായത് നല്ല എന്താണ് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വേർക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തേച്ച ഉടനെ നല്ല വേർക്കും നിങ്ങൾ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയാണ്. ഇതിൻ്റെ MRP വരുന്നത് 429 രൂപയാണ്. ഡോക്ടർ സജഷൻ ചെയ്തതാണ്. എൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആയുർവേദിക് ആണ്, അല്ലാതെ കെമിക്കലും കാര്യങ്ങളൊന്നുമല്ല. പ്രൈസ് 429 വരുന്നുണ്ട്. പിന്നെ ഡെലിവറി ചാർജ് ഇതിൽ നിങ്ങൾക്കറിയാലോ, 1 രൂപ പോലും കിട്ടുന്നില്ല. അപ്പോൾ ഡെലിവറി ചാർജ് തരേണ്ടി വരും, ഒരു 40 റുപ്യ 50 റുപ്യ മിനിറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായി അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. കോൾ വിളിക്കണ്ട, ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റുന്നില്ല. മെസ്സേജ് അയച്ചാൽ മതി. പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ രാഹുലിൻ്റെ ചോദ്യത്തിന് ഉത്തരം മുട്ടുമ്പോൾ പിണറായി വിജയൻ പുതിയ യുവതികളെ രംഗത്തിറക്കുകയാണ്. ആ യുവതി പറയുന്നത് ഓരോന്നും നിങ്ങൾ കേൾക്കണം. അതിനുശേഷം യുവതിക്കുള്ള മർമ്മമായിട്ടുള്ള ഉത്തരം ഞാൻ കൊടുക്കാം. ഓക്കെ. കേരളത്തിൽ ഇതാ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തല്ലേ, എനിക്ക് സന്തോഷമുണ്ട്. അതിപ്പോ എന്റെ പൊളിറ്റിക്സ് ലെഫ്റ്റ് ആണ് എന്നതുകൊണ്ട് മാത്രമൊന്നല്ല, എനിക്ക് ഈ സർക്കാർ തുടരണം എന്ന് പറയാൻ കുറെ കാരണങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷം എനിക്ക് ഈ സർക്കാർ തന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടല്ലോ. എന്റെ പൊന്നുമോളെ, ഈ ആരുടെ സർവേ ആണ് വന്നത്? എന്തെന്നാണ് ഇവര്? പൊന്നു പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാം. നാളെ ഈ വീഡിയോ നിങ്ങൾ ഇന്നെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ആ പൊന്നു പ്രേക്ഷകരെ, 2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന യഥാർത്ഥ സർവേ ഞാൻ കൊണ്ടുവരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന്. ഒരു സർവേ പോലും പറയുന്നില്ല പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുമെന്ന്. ഇവൾ പറയിപ്പിക്കുന്നതാണ്. പൊന്നു പ്രേക്ഷകരുടെ ഒരു കാര്യം പറയുകയാണ്, ഇത്തവണ പിണറായി വിജയന് കിട്ടുന്ന സീറ്റ് 30-40 സീറ്റാണ്. അതിന് ഒരു സീറ്റ് പോലും കൂടുതൽ കിട്ടൂല, കുറയുന്നതല്ല. നമുക്ക് കാണാം. ഓക്കെ, പെൺകുട്ടി പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം. ആരോപണങ്ങൾ കൊണ്ടുവന്നു പിണറായി വിജയൻ സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ. പക്ഷെ ഒരെണ്ണം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലാന്ന് മാത്രല്ല, ഞാൻ എന്തിനീ സർക്കാർ വേണ്ടെന്ന് പറയണം? എനിക്ക് ഈ സർക്കാർ പവർ കെട്ടില്ലാത്ത 10 വർഷം തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ തല കുത്തി നിന്നിട്ടും ചിലർ നോക്കിയിട്ടും ഒരൊറ്റ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം തന്നിട്ടുണ്ട്. ഞാനുള്ളത് കാസർഗോഡ് മഞ്ചേശ്വരം പൈവളികയിലാണ്. ഓക്കെ, ഇവിടെ എല്ലാ ദിവസവും കറണ്ട് പോക്കുണ്ട്. ഓരോ തവണ കറണ്ട് പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂറാണ് വരുന്നത്. പിൻകോഡ് പറയാം, 671348. ഞാൻ കള്ളം പറയുന്നു എന്ന് ചിലർ പറയും, അതുകൊണ്ടാണ് ഫുൾ അഡ്രസ്സ് പറഞ്ഞത്. പൈവളിക 671348 ഇവിടെ നല്ലോണം കറണ്ട് പോകുന്നുണ്ട്. മിസ്റ്റർ പിണറായി വിജയൻ, പെൺകുട്ടി പറയുന്നുണ്ട് പവർ കട്ടില്ല എന്ന്. ആര് പറഞ്ഞു? പവർ കട്ടില്ലെങ്കിലും ഇവിടെ ഒരു ചെറിയൊരു മഴ വന്നാൽ മതി കറണ്ട്. ഇപ്പോഴും കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു വീട്ടിൽ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? പച്ചക്കളവ്. ഇവിടെ കറണ്ടാണ് നമ്മുടെ പ്രശ്നം. പിണറായി വിജയൻ വയനാടിൽ പൈസ മുക്കിയിട്ടില്ലേ? ആ പാവങ്ങൾക്ക് നമ്മളൊക്കെ അയച്ചു കൊടുത്ത പൈസ മുക്കിയിട്ടില്ലേ? കൊറോണ വന്നപ്പോൾ പൈസ മുക്കിയിട്ടില്ലേ? പിണറായി വിജയൻ എന്തിനു വേണം, പ്രളയം വന്നപ്പോൾ പൈസ മുക്കിയിട്ടില്ലേ? പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് മിഞ്ഞാന്നാണ്. അധികാരത്തിലേറെ 9 വർഷം പിണറായി വിജയൻ എന്ത് ചെയ്തു? ഖജനാവിൽ എത്രയോ കോടി രൂപ കടമാണ്. ഇതൊക്കെ നീ കാണുന്നില്ലേ മിസ്റ്റർ പെൺകുട്ടി? ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്റെ വീട്ടിൽ മാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിലും റേഷൻ ഒരു ദിവസം പോലും മുടങ്ങാത്ത 10 വർഷം ഈ സർക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. ഈ 4 കിലോ അരിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഫിംഗർ വെക്കണം, മറ്റത് വെക്കണം, മറിച്ചത് വെക്കണം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് കൊടുക്കേണ്ട അത്രമേലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ 4 കിലോ അരിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചാവണം? ഇതിന് നല്ലത് കൊടുക്കാതിരിക്കുന്നതാണ് മിസ്റ്റർ പിണറായി വിജയൻ. ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇനി സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടാത്ത 10 വർഷം നമുക്ക് എല്ലാവർക്കും ഈ സർക്കാർ തന്നിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷവും തന്നിട്ടുണ്ട്. അടച്ച് പൂട്ടാട്ടെ, അപ്പൊ ശനി ഞായറൊന്നും അവധിയില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എന്ത് സ്കൂൾ ഫുള്ള് പൂട്ടിയതാണോ? എന്തൊന്നാടി നീ പറയുന്നത്? നിനക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ടോ? കൊറോണ വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്ത്, മറ്റേ വയനാട് ദുരന്തമൊക്കെ വന്ന സമയത്ത് സ്കൂൾ പ്രവർത്തിച്ചിനോ? അതൊക്കെ ഇവള് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ മർമ്മമായിട്ടുള്ള ഉത്തരം കൊടുക്കണ്ടേ ഇവൾക്ക്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. നമ്മുടെ നാട്ടിലെ റോഡുകള് രാജപാതകളാക്കി മാറ്റിയ 10 വർഷം തന്നിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ ഇന്റർനാഷണൽ നിലവാരമുള്ള ബിൽഡിംഗ് ലഭിച്ച 10 വർഷം തന്നിട്ടുണ്ട്. ആര് പറഞ്ഞു? എൻ്റെ കാസർഗോഡിൽ തന്നെ തകർന്ന തരിപ്പണമായ എത്രയോ റോഡുണ്ട്. ഈ പെൺകുട്ടി വരികയാണെങ്കിൽ, ഒന്ന് കാസർഗോഡിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റും ഫുൾ എൻ്റെ വകയാണ്. നിങ്ങൾ ആ ഒരു റോഡ് നോക്കിയാൽ മതി. നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെ പിണറായിയെ പൊക്കി പറയുന്നത്? പിണറായി വൃത്തികേട് ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തികേട് ചൂണ്ടിക്കാണിക്കണം മിസ്റ്റർ പെൺകുട്ടി. ബാക്കിയും കൂടി കണ്ടു നോക്കാം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും പൂർത്തിയാക്കി വിമാന സർവീസും കപ്പൽ സർവീസും തടസ്സമില്ലാതെ നടക്കുന്ന 10 വർഷം തന്നിട്ടുണ്ട്. ഓ ആണോ?
എയർ ഇന്ത്യ കാര്യത്തിലേക്ക് ഞാൻ വരുന്നില്ല. അത് കേന്ദ്രത്തിൻ്റെ ടച്ച് ആയതുകൊണ്ട് ഇവളോട് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ കൊടുക്കുന്ന, സാധാരണക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ്. ഞങ്ങളെ പിണറായി വിജയൻ ഒരു വീട് വെക്കണമെങ്കിൽ പിണറായി വിജയൻ നമ്മൾ പൈസ കൊടുക്കണം. അതിലേക്കൊക്കെ അല്ലേ പിണറായി വിജയൻ, അല്ലാതെ അയാളുടെ പോക്കറ്റിൽ നിന്നാണോ? ഈ എം എം മണി ഈ പ്രശ്നം പറയുമ്പോൾ ഈ എം എം മണിയോട് ഒരു കാര്യം പറയുകയാണ്. ഈ എം എം മണി പറയുകയാണ്, പിണറായി വിജയൻ പെൻഷന് കൊടുത്ത് നമ്മൾ മേടിക്ക് കഴിച്ചിട്ട് പിണറായി വിജയൻ വോട്ടിട്ടിട്ടില്ല എന്ന്. എത്ര പൈസ മുക്കി നിങ്ങളുടെ പിണറായി വിജയൻ എം എം മണിയെ. ഓക്കെ, പെൺകുട്ടി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ ലോകത്തിന് തന്നെ മാതൃകയായ വാട്ടർ മെട്രോ അത് പൂർത്തിയാക്കിയ തടസ്സമില്ലാതെ സർവീസ് തുടരുന്ന 10 വർഷം തന്നിട്ടുണ്ട്. വ്യവസായങ്ങൾ വർദ്ധിച്ച 10 വർഷം തന്നിട്ടുണ്ട്. ഓഖിയും പ്രളയവും കൊറോണയൊക്കെ വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഉരുൾപൊട്ടലിലും ഒക്കെ തളരാതെ നിന്ന ഒരു കാലം തന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ 10 വർഷം തന്നിട്ടുണ്ട്. ജാതി മത സംഘടനകൾ ഒന്നും ഭരണത്തിൽ ഒരു തരത്തിലും ഇടപെടാത്ത 10 വർഷം തന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മുച്ചൂടും തകർക്കാൻ നോക്കിയിട്ടും തളരാതെ മുന്നോട്ട് കുതിച്ച 10 വർഷം തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, സർക്കാരിന്റെ വരുമാനം കൂട്ടിയ 10 വർഷം തന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വരുമാനം കൂടുകയാണെന്ന് പറഞ്ഞത് RBI ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തെറ്റിതാണോ? അതായത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ടാണോ പറയുന്നത്? എന്തൊക്കെയായി പറയുന്നത്? സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. പിണറായി വിജയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബോധമുണ്ടോ? അപ്പോൾ ബാറ്ററി തീർന്നു തോന്നുന്നു. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.